ഹായ് ആൻഡ് വെൽക്കം ടു അനദർ വീക്കെൻഡ്. ഇന്നൊരു ഞായറാഴ്ചയാണ് ആൻഡ് ഇപ്പം നമ്മളുള്ളത് കലതിയ മോളിലാണ്. ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കാണുന്ന കാഫ്റ്റീരിയ ആണ്, കുംഭകോണം കഫേ. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ഒത്തൻറ്റിക് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ആൻഡ് ഇവിടെ നമ്മൾ മിക്കവാറും വീക്കെൻഡ്സിൽ വരാറുണ്ട്. സോ ഇന്ന് നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ്. ഇതിൽ മസാല ദോശ, ഗീ റോസ്റ്റ്, പിന്നെ ഉഴുന്നുവട ആൻഡ് ദീസ് ഒനിയൻ വട. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. സോ ഈ ചായയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. ഞാൻ കോഫിയാണ് മിക്കപ്പോഴും കുടിക്കാറ് ആൻഡ് ചായ വലിയ അടിപൊളിയായിരുന്നില്ല, പക്ഷെ നോർമൽ. അടുത്തത് ഈ ഉള്ളിവടയാണ്. ഇത് ഭയങ്കര ക്രിസ്പി ആയിരുന്നു. എനിക്ക് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട അത്ര ഇഷ്ടമല്ല, കുറച്ചുകൂടി സോഫ്റ്റാണ് ഇഷ്ടം. പക്ഷേ ഈ നുറുക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിട്ട് തോന്നി. ടേസ്റ്റ് വൈസ് കൊള്ളായിരുന്നു. ആൻഡ് നമ്മുടെ മസാല ദോശ ഈ ചട്നിയൊക്കെ കൂട്ടി ഒരു പിടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കൊള്ളായിരുന്നു. ഇവിടുത്തെ എല്ലാ ഐറ്റത്തിൻ്റെയും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗീ ആണ്. അതുപോലെ ഈ ടൊമാറ്റോ ചട്നി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ഈ മസാല ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീട്രൂട്ടൊക്കെ ഇട്ടിട്ട് കോഫി ഹൗസിലൊക്കെ കിട്ടുന്ന ഒരു മസാല ദോശയില്ലേ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ടേസ്റ്റ് വൈസ് യെസ്. ഫൈനൽ ഐറ്റം ഈ ഉഴുന്നുവടയാണ്. ഇവിടുത്തെ ഉഴുന്നുവട ഭയങ്കര ക്രിസ്പിയാണ്. അത്യാവശ്യം നല്ലോണം വയറ് നിറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചില്ല. ഇത് സജുവേട്ടനാണ് കഴിച്ചത്. ഈ ഒരു സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി ഉഴുന്നുവട കഴിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ബ്രാൻഡ് ഫോർലെസ്സിലേക്കായിരുന്നു. വലിയൊരു ഷോപ്പിങ്ങിനൊന്നും പോയതല്ല. അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി നടന്നു. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറയില്ലേ ഓരോ ഡ്രസ്സിനൊരു സ്പാർക്ക് അടിക്കുക എന്നൊക്കെ, ആ ഒരു സംഭവം എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാനിങ്ങനെ വെച്ച് നോക്കിയതല്ലാതെ ഒന്നും എടുത്തില്ല. എനിക്കെന്തോ അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ അവിടുന്ന് മെല്ലെ ഇറങ്ങി KFC കണ്ടപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടി KFC കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് ലുലുവിലേക്കായിരുന്നേ. അതിൻ്റെ വിഷ്വൽ എടുക്കാൻ ഞാൻ ആക്ച്വലി വിട്ടുപോയതാ. അപ്പോൾ ഈ വീക്കിലെ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. Until then, bye.